യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി സ്വന്തം മതത്തെ കുറ്റം പറയുന്ന ജീവിയെന്നോ? ഇതിലും നല്ലത് പിച്ച എടുക്കലാ. നിന്റെ വാപ്പ പിച്ചക്കാരനാണോടാ? ആണാ? ആരുടെ സ്വന്തം മതം? നിന്റെ തന്തയുടെ മതോ ആണാ? ഡാ, ഞാൻ നിന്റെ ഉൾട്ട മതമൊക്കെ എന്നോ വലിച്ചെറിഞ്ഞതാ. എനിക്കൊന്നും വേണ്ട. ഇത് കുറ്റം പറച്ചിലാണെന്ന് നിനക്ക് എങ്ങനെയാടാ മനസ്സിലായത്? ഉള്ള കാര്യം പറയുമ്പോ നീയും പാകിസ്ഥാന്റെ ചാരനാണോടെ? എത്ര പേർക്ക് എന്തൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്? നിന്റെയൊക്കെ വരുമാനം പൊക്കേണ്ടി വരുമോ? ബാങ്ക് അക്കൗണ്ടുകളും നിന്റെയൊക്കെ ഐഡികളും ഒക്കെ NIA കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ രാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, പാകിസ്ഥാനെതിരെ സംസാരിക്കുമ്പോൾ കുരുക്കൾ പൊട്ടു. കാരണം നിന്റെയൊക്കെ ഉള്ളിലൂടെ ഓടുന്നത് പാകിസ്ഥാൻ ചോരയാ. അതുകൊണ്ടേ നിനക്കൊക്കെ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും, നോവും. കുറച്ചങ്ങോട്ട് മാറിയിരുന്ന് നിന്റെ കുരുക്കൾ അങ്ങോട്ട് ചൊറിഞ്ഞു തീർക്ക് ചെല്ല. ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല. എടാ, കുഞ്ഞുങ്ങളെ മദ്രസകളിൽ കമിഴ്ത്തി കിടത്തി ലൈംഗിക വികാരം ശമിപ്പിക്കുന്ന നിന്റെയൊക്കെ ഉസ്താദുമാരുടെ മതഭ്രാന്തിനെ കുറിച്ച് നീയൊക്കെ പറയുമ്പോൾ അതും പണത്തിന് വേണ്ടിയാ. അതും പണത്തിന് വേണ്ടിയാ. യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി തന്റെ കിടപ്പറയിൽ എങ്ങനെയാണ് ലൈംഗിക ബന്ധം തുടങ്ങേണ്ടത്, എങ്ങനെയാണത് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കളിയെന്നും എങ്ങനെയാണ് കുളിയെന്നും പറയുന്നവന്മാരെ യൂട്യൂബിലൂടെ പണമുണ്ടാക്കാൻ തന്നെയാണ് ആ ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പറയോടാ അവന്റെയൊക്കെ ചാനലിൽ ചെന്നിട്ട് എതിരായിട്ട് സംസാരിക്കാൻ ധൈര്യമുണ്ടോടാ നിനക്കൊക്കെ? സ്വന്തം മകളുമായി, ഭാര്യയുമായി, പെങ്ങളുമായി, ഉമ്മയുമായി പബ്ലിക്കായിട്ടാടാ അവനൊക്കെ പറയുന്നത്. വിളിച്ച് ധൈര്യമുണ്ടോടാ മമ്മതോളി നിനക്കതൊന്ന് തുറന്നു പറയാൻ? ധൈര്യമുണ്ടോ? സ്വന്തം പെങ്ങളെ സെക്സ് ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ, ഒരു സ്വപ്ന വ്യാഖ്യാനത്തിന് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. മാതാവിനെ കളിക്കുന്നത് സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ധൈര്യമുണ്ടോടാ? യൂട്യൂബിൽ പണത്തിന് വേണ്ടിയാണ് ഇവനൊക്കെ ഈ കളിയും കുളിയും പറഞ്ഞ് ഞരമ്പ് രോഗികൾ രംഗത്തിറങ്ങുന്നത് എന്ന് പറയാൻ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, എൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഭീകരന്മാരെ കുറിച്ചും, ഈ രാജ്യത്ത് ജനിച്ചിട്ടും ഈ രാജ്യത്ത് ചോറും കൂറ് പാകിസ്ഥാനോടുമായിരിക്കുന്ന ഈ ഭീകരന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിനക്കൊക്കെ നോവുന്നോടാ? നിനക്കൊക്കെ എവിടെയാടാ ചൊറിയുന്നത്? പോയി മാറി നിന്ന് അങ്ങോട്ട് ചൊറിയടാ ചെല്ല്. നിന്നെയൊക്കെ പോലെയുള്ള കീടങ്ങളെ ഇവിടെ ആരടാ വിളിച്ചത്? ഐസിസിന്റെ ഏജന്റായ അലി ഹസൻ എന്ന വ്യക്തിയും ജ്യോതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ മുഴുവനും സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് ചാറ്റിൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ജ്യോതി കൃത്യമായ രൂപത്തിൽ മറുപടിയും പറയുന്നുണ്ട്. ജ്യോതി പല മുറിയന്മാരുമായിട്ടും കിടക്കകൾ പങ്കിട്ടതുകൊണ്ട്, അവരുടെ ട്രാപ്പിലായതുകൊണ്ടും സുഖം പിടിച്ചതുകൊണ്ടും ഇതല്ല, ഇതിന്റെ അപ്പുറവും തുരന്ന് കയറി അവൾ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കും. റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം. അട്ടാരി അതിർത്തിയിൽ ജ്യോതി പോകുന്നു. ആ സമയത്തെങ്കിലും അണ്ടർ കവർ ഏജന്റുമാർ സ്പെഷ്യൽ പ്രോട്ടോകോൾ സ്വീകരിച്ചോ എന്നതൊരു ചോദ്യമാണ്. ഇവൾ എങ്ങനെ അകത്ത് കയറി? പ്രോട്ടോകോൾ 1, അണ്ടർ കവർ ഏജന്റ് 2. ഈ 2 വാക്കുകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്ന കോഡുകളാണ്. ഇതെങ്ങനെയാണ് ഈ ചാറ്റിൽ വന്നത് എന്നതായിരുന്നു അടുത്ത ചോദ്യം. ജ്യോതിയെ ഉപയോഗിച്ച് ഐസിസ് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എന്നതായിരുന്നു സംശയം പിന്നീട് ഉയർന്നത്. അട്ടാരിയിൽ നിങ്ങൾ പോയപ്പോൾ ആരാണ് പ്രോട്ടോകോൾ സ്വീകരിച്ചത് ചോദ്യമാണ്. താനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ജ്യോതി ചോദ്യത്തെ ഇഗ്നോർ ചെയ്യുന്നു. ആർക്കാണ് പ്രോട്ടോകോൾ കിട്ടുക എന്നത് നിരീക്ഷിച്ചാൽ രഹസ്യ ഏജന്റുമാരെ തിരിച്ചറിയാമെന്നും ഹസൻ സൂചിപ്പിക്കുന്നു. അപ്പോ അവര് അത്ര മണ്ടന്മാരല്ല എന്നായിരുന്നു ജ്യോതിയുടെ മറുപടി. ജ്യോതി ഇവരെയൊക്കെ ശരിക്കും പഠിച്ചിട്ടാണ് ഈ കളിക്കിറങ്ങിയത്. ഈ സംഭാഷണങ്ങളുടെ ദുരൂഹ സ്വഭാവം കാരണം ജ്യോതി അറിഞ്ഞുകൊണ്ട് തന്നെ ISIയെ പിന്തുണച്ചു എന്നത് ഏജൻസികൾക്ക് മനസ്സിലായി. ഇന്ത്യൻ രഹസ്യ ഏജന്റുമാരെ കണ്ടെത്താനുള്ള ഐസിസിന്റെ ശ്രമങ്ങളിൽ ജ്യോതി ഒരു ഭാഗമായി മാറി. അവൾ വിപുലമായ രൂപത്തിൽ ഐസിസിന് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു. ചാരശൃംഖലയുടെ ഭാഗമായി ഇവർ മാറുകയും ഇവരെ വിശ്വസിച്ച ആളുകളെയും രാജ്യത്തെയും ഇവർ ചൂഷണം ചെയ്യുകയും ചെയ്തു. 2023
കാലഘട്ടത്തിൽ 324 വൈശാഖി ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ജ്യോതി മൽഹോത്ര ആദ്യമായിട്ട് പാകിസ്ഥാൻ സന്ദർശിച്ചത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എഹ്സാനുർ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഇഹ്സാനുർ റഹീം, ഇയാൾ തന്നെയാണ് കേട്ടോ, ഡാനിഷ്. ഈ സൗഹൃദമാണ് ജ്യോതിയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. ഇഹ്സാനുർ റഹീമുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് ആളുകളുമായി ജ്യോതിക്ക് ബന്ധപ്പെടേണ്ടി വന്നു. കാരണം കയറിയിരിക്കുന്നത് ചെറിയ സംഘത്തിലല്ലല്ലോ, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനല്ലേ. ഈ രാജ്യത്തിനെതിരെ ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നിട്ട് ചെലച്ചാലും പ്രവർത്തിച്ചാലും ശരി, ഇവിടെ ജീവൻ കൊടുത്തി രാജ്യത്തെ രക്ഷിക്കാൻ തൽപരരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഭയമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ തലയ്ക്ക് വില വീഴുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പതാണ്ട് ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബ, അതിന്റെ സഹസ്ഥാപകനായ ആമിർ ഹംസ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നേ. എന്താ പറ്റിയത്? അജ്ഞാതൻ തലയെടുക്കാൻ ശ്രമിച്ചതാ. അവസാനം തല കുറച്ച് ബാക്കി വെച്ചു കൊടുത്തു. അനുഭവിച്ച് ചാവണ്ടേ? ഒരുപാട് പേരുടെ ജീവൻ എടുത്തതല്ലേ, ഒരുപാട് പേരുടെ കുടുംബങ്ങൾ തകർത്തതല്ലേ, ഒരുപാട് കുഞ്ഞുമക്കളുടെ ശരീരത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി ജനക്കൂട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ. അനുഭവിക്കാതെ പോകാൻ പാടുണ്ടോ ഈ കാക്കാമാരൊക്കെ? ശരിക്കും അനുഭവിക്കണം. ഇപ്പോ ഹഫീസ് ഇതിനെന്താ ചെയ്തത്? അവന്റെ 6ഉം 9ഉം 2ഉം വയസ്സുള്ള മക്കളെ അടക്കം കുടുംബത്തോടെ കത്തിച്ചു. അത് ഓർത്തോർത്തോർത്തോർത്തോർത്തവൻ കരയും. അവന്റെ ജീവൻ മാത്രം ബാക്കി വെച്ചു. എന്തിനാ അവനറിയണം. ഒരുപാട് കുടുംബങ്ങളുടെ ജീവൻ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ആ വേദന മുഴുവനും ഇവനറിയണം. ലാഹോറിലെ അവന്റെ വീട്ടിലാണ് ഒരു അപകടം ഉണ്ടാകുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. ലഷ്കർ-ഇ-തൊയ്ബയുടെ 17 പ്രമുഖരായിട്ടുള്ള സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഹംസ. ഇവന്മാർക്ക് ലോകത്തിന്റെ എവിടെയെങ്കിലും സമാധാനമുണ്ടോടെ? ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇവനൊക്കെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്തേ പറ്റാത്തത്? ഇവര് സമാധാനമാണോ വിതയ്ക്കുന്നത്? ആണോ? എന്നാലല്ലേ ഇവർക്ക് സമാധാനം കൊയ്തെടുക്കാൻ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം നമുക്ക് സ്വർഗമാണ്. തലയിൽ മുണ്ടിടുന്നത് ആവശ്യമുള്ളത് കൊണ്ട് എന്തേ അശ്വിൻ, നിനക്ക് ഞാൻ കരാറ് വല്ലതും തരണോ? നിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കണോ ഞാൻ തലയിൽ തുണിയിടണോ വേണ്ടേന്ന്? എനിക്ക് ഇഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കും. എനിക്ക് എന്റെ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണത്. ചിലപ്പോൾ ഞാൻ മുട്ടാക്കിടും, ചിലപ്പോൾ ഊരും. അതെന്റെ സൗകര്യമാണ്. എന്തേ? എന്റെ പേഴ്സണൽ ചോയ്സിനെ ചോദ്യം ചെയ്യാൻ നീ ആരടാ? ഞാൻ ഇസ്ലാമിനെതിരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇസ്ലാമിലെ മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും. ഇസ്ലാമിലെ ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും, കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ഭീകരന്മാർക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ഈ ജീവിതമാണ് സ്വർഗം. ഇതിനെ നരകമാക്കി ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന്റെ പിന്നാലെയാണ് ഇവന്മാര് പായുന്നത്. ഇനി എന്ന് മനസ്സിലാക്കാനാണ് ഇവന്മാർക്ക്? ഇവന്മാർക്ക് എന്ന് തിരിയാനാണ് ഇനി സത്യം? ഇവന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി. ഇന്ത്യ അങ്ങനെയാ കൊടുക്കുന്നത്. ഇന്ത്യയെ കയറി ചൊറിഞ്ഞ പണി വാങ്ങിച്ചാൽ വർഷങ്ങളോളം ആ പണിയുമായിട്ട് ഇവർ നടക്കേണ്ടത്. ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, 9ഓളം വിമാനത്താവളങ്ങൾ ഇപ്പോഴും ICUല. ഇന്നത്തെ രാജസ്ഥാനിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ICUല. ഇനി അത് തുറക്കണമെങ്കിലേ പട്ടിണി രാജ്യത്തിന് കുറച്ച് പ്രയാസമാ. പോയി കൊടുത്തു വാങ്ങിച്ചതല്ലേ. ആ രാജ്യത്തിനകത്തെ ആളുകൾ തന്നെ ഇപ്പോൾ അവർക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുക. കാരണം ഉള്ള സമാധാനം